അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب. وخذ بيدك ضغثا فاضرب به ولا تحنث إلا وجدناه صابرا نعم العبد إنه أواب. واذكر عبادنا إبراهيم وإسحاق ويعقوب أولي الأيدي والأبصار إلا أخلصناهم بخالصة ذكر الدار. وإنهم عندنا لمن المصطفين الأخيار. അമ്പിയാക്കന്മാരുടെ ചരിത്രമാണ് ചില ഭാഗങ്ങൾ ഇവിടെ വിവരിച്ചത് കഴിഞ്ഞ ആയത്തുകളിലൊക്കെ. നമ്മൾ പറഞ്ഞു വന്നത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ചില പരാമർശങ്ങളാണ്. അദ്ദേഹത്തിന് പ്രയാസങ്ങളുണ്ടായി എന്നേ ഖുർആനിലുള്ളൂ. ഇല്ലി ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർറു, എന്നെ ലററ് പ്രയാസം ബാധിച്ചു എന്നേ ഉള്ളൂ. ആ പ്രയാസം മുറിവുകളായിരുന്നു, ശരീരം മുഴുവനും മുറിവുകളായിരുന്നു. അത് കൊണ്ട് അദ്ദേഹം ഏറെ വേദനിച്ചു. 18 കൊല്ലത്തോളം നീണ്ടു നിന്നു എന്നൊക്കെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നതും മറ്റു പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചതുമായ കാര്യങ്ങളാണ് തഫ്സീറുകളിൽ പറഞ്ഞത്. അല്ലാഹു തആല ളുർറ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് പരിഹാരമായിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാം അത്രകാലം ക്ഷമിച്ച് സഹിച്ച് ജീവിച്ച് അവസാനം അതിന് പരിഹാരമായിട്ട് ഒരു മുഅ്ജിസത്താണ് അള്ളാഹു കാണിച്ചു കൊടുത്തത്. ഉർക്കുല് ബിരിജിലിക്കാൻ, ഇല്ല കാലുകൊണ്ട് ഭൂമിയിൽ നീ തട്ട് അടിക്ക് എന്നാണ്. അറക്കല്ല എന്ന് പറഞ്ഞാൽ അല്ല ചാടിയിട്ട് ഇങ്ങനെ കാല് ഉയർത്തി ചാടി ഭൂമിയിൽ ഇങ്ങനെ അടിക്കുന്നതിലാണ്. ഹാദാ മുഗ്തസലുൻ ബാരിദും വശറാബ്. ഹാദാ ഇതാ ആ അവസ്ഥ വിവരിക്കുകയാണ്. കാലുകൊണ്ട് അടിക്കുമ്പോൾ ഹാദാ മുഗ്തസലുൻ, മുഗ്തസൽ എന്ന് പറഞ്ഞാൽ വെള്ളം, കുടിക്കാനും കുളിക്കാനും ഒക്കെയുള്ള വെള്ളമിതാ ഉണ്ടാകുന്നു. ബാരിദുൽ തണുത്തതും വശറാബ് പാനീയവുമായിട്ടുള്ള ബന്ധം. ചില തഫ്സീറുകളിൽ ബാരിദ് ഷറാബ് എന്ന് രണ്ടെണ്ണം പറഞ്ഞതുകൊണ്ട് ഒരു കാലുകൊണ്ട് അടിച്ചപ്പോൾ അവിടെ തണുത്ത വെള്ളം അദ്ദേഹത്തിന് കഴുകാനുള്ളതും മറ്റൊന്ന് കുടിക്കാനുള്ളതും വേറെ കിട്ടി എന്നാണ്. അങ്ങനെ എന്നാൽ ഖുർആനിൽ നിന്നത് മനസ്സിലാവില്ല. അങ്ങനെയാണ് ഈ ബാരിദുൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റൊരു അടി കാലുകൊണ്ട് അടിച്ചിട്ട് ഷറാബ് എന്ന് വേണ്ടിയിരുന്നു. അപ്പം അത് ഒരേ വെള്ളം തന്നെ കുടിക്കാനും അതോടൊപ്പം തണുത്ത വെള്ളം ഭൂമിയിൽ നിന്ന് പൊട്ടി ഒഴുകി ആ വെള്ളത്തിൽ അദ്ദേഹം കുളിച്ചപ്പോൾ അദ്ദേഹത്തിന് അതൊന്നും ഖുർആനിലില്ല. അതായത് വെള്ളമിത കുടിക്കാനും കുളിക്കാനുമുള്ള
വെള്ളമിതാ കാലുകൊണ്ട് തട്ടിയാൽ അതിതാ ഉറവ് പൊങ്ങി വരും എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം ആ വെള്ളത്തിൽ കുളിച്ചു, അദ്ദേഹത്തിൻ്റെ കുടിച്ചു. അപ്പോൾ ഉള്ളിലുള്ള രോഗങ്ങളും മാറി, ശരീരത്തിൻ്റെ രോഗങ്ങളും മാറി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചറിയാതിരുന്നപ്പോൾ അയ്യൂബ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് അയ്യൂബ് എന്ന് പറഞ്ഞു. പിന്നെ ആ സ്ത്രീ, അവരും പട്ടിണിയും കഷ്ടപ്പാടും കൊണ്ട് വിഷമിച്ചിരുന്നു. അവൾക്കും ശരീരത്തിൻ്റെ സൗന്ദര്യവും യുവത്വവും ആരോഗ്യവും തിരിച്ചു കിട്ടി എന്നൊക്കെ ഇബ്നു കസീർ റഹ്മഹുല്ല ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ ഇത്രയേ ഉള്ളൂ, വഹബ്നാ ലഹു അഹ്ലഹു. അപ്പോൾ അദ്ദേഹം അതിൽ കുളിച്ചു, അദ്ദേഹം കുടിച്ചു. സ്വാഭാവികമായും ആ വെള്ളത്തിൻ്റെ പുണ്യം കൊണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾ മാറിക്കാണും. അത് അള്ളാഹുവിൻ്റെ ഈ ആയത്തിന് അത് വ്യക്തമാണ്. വഹബ്നാ ലഹു, അദ്ദേഹത്തിന് നാം നൽകി. വഹബ എന്ന് പറഞ്ഞാൽ ഹിബത്തായിട്ട് നൽകിയെന്ന. ഹിബത്ത് എന്ന് പറഞ്ഞാൽ ദാനം. വഹബ്നാ ലഹു, അദ്ദേഹത്തിന് നാം വെറുതെ നൽകി, ദാനമായി നൽകി. അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ ഗിഫ്റ്റ്, ഒരു ഗിഫ്റ്റായിട്ട് അഹ്ലിനെ നൽകി. അപ്പോൾ ഭാര്യനെ എന്ന് പറഞ്ഞാൽ ആ ഭാര്യയ്ക്ക് പുതിയതായ ആരോഗ്യവും സന്തോഷവും സൗന്ദര്യവും ഒക്കെ തിരിച്ചു കിട്ടി. ഓ മിസ്ലഹും മഴഹും, അതുപോലെ കുടുംബങ്ങളെയും, മരിച്ചുപോയ മക്കളൊക്കെ പുനർജനിച്ചു എന്നും ഇതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ കാണാം. ഖുർആൻ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഖുർആനിൻ്റെ അഹ്ലഹു എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ അഹ്ല് എന്ന് പറഞ്ഞാൽ ആരൊക്കെ? അത് ഭാര്യ പെടും, മക്കൾ പെടും. അപ്പോൾ ഭാര്യയും മക്കളെയൊക്കെ അദ്ദേഹത്തിന് നാം നൽകി. അത് അവരുടെ ക്ഷയിച്ചുപോയ ആരോഗ്യം തിരിച്ചു കിട്ടിയതാവാം ഭാര്യയുടെ കാര്യത്തിൽ. പിന്നെ ആ ഭാര്യയിൽ വീണ്ടും മക്കളുണ്ടായതും ആവാം. അങ്ങനെയൊക്കെയാണ് ചരിത്രകാരന്മാർ അതിൽ നിന്ന് ഊഹിച്ചെടുത്തത്. അപ്പോൾ വഹബിന് അതിൽ ഊഹിച്ചെടുക്കല്ല, അതിന് അഹ്ലു കിതാബുകളുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അവർക്ക് പ്രമാണങ്ങളുണ്ടാകും. വഹബ്നാ ലഹു അഹ്ലഹു വ മിസ്ലഹും മഅഹും, അവരോടൊപ്പം അതിന് തുല്യമായിട്ടുള്ളതിനെയും നൽകിയെന്ന് പറഞ്ഞാൽ ഇരട്ടിയായി നേരത്തെ ഉള്ളതിനേക്കാളും മക്കളെ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകി. അപ്പോൾ കൂട്ടുകുടുംബങ്ങളെ തിരിച്ചു കിട്ടി. കുറച്ചുകൂടി അത് പുനർജീവിച്ചതായിട്ടോ അതല്ലെങ്കിൽ ഭാര്യയിൽ പിന്നീട് പ്രസവിച്ചുണ്ടായതായിട്ടോ ഒക്കെ ധാരാളമായ കുടുംബ സമ്പത്ത് അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകി. അതാണ് ഖീല. ഇമാം സഅദി പറയാണ്, ഖീല ഇന്നല്ലാഹ തആല അഹ്യാഹും ലഹു, ആ മക്കളെയും കുടുംബത്തെയും ഒക്കെ അദ്ദേഹത്തിന്, അവരൊക്കെ മരിച്ചുപോയിരുന്നു, അവരൊക്കെ അല്ലാഹു തആല അവർക്ക് ജീവിപ്പിച്ചു കൊടുത്തു. മിസ്ലഹും മഅഹും, അവരോടൊപ്പം അതിന് തുല്യമായതിനെയും ദുല്യാവിൽ. അഗ്നാഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് ഐശ്വര്യം നൽകി. അഅ്താഹു മാലൻ അദീമൻ, ധാരാളം സമ്പത്തും അദ്ദേഹത്തിന് നൽകി. റഹ്മത്തൻ ബില്ലാ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമായിക്കൊണ്ട്. വദിക്റ, ഒരു ഉത്ബോധനമായിക്കൊണ്ടും. ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക്. ലുബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ലുബ് അൽബാബ്, കാമ്പ് എന്നാ ലുബിൻ്റെ അർത്ഥം. നല്ല കാമ്പുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് മനസ്സിലാകാതെ തള്ളിക്കളയുന്നവരല്ല, കേട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഗുണപാഠം പഠിക്കുന്നവർക്കുള്ള ദിക്റ, ഒരു ഉത്ബോധനമായിക്കൊണ്ടും അദ്ദേഹത്തിന് അല്ലാഹുവിൻ്റെ കാരുണ്യമായിക്കൊണ്ടും അതൊക്കെ നൽകി. അതെന്താണ്? അതാണ് നമുക്കുള്ള ഉത്ബോധനം. ഈ ഖുർആൻ വായിച്ച് പഠിക്കുമ്പോൾ നമുക്കുള്ള ഉത്ബോധനം, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഏത് അസാധ്യമായ കാര്യങ്ങളും തന്നേക്കും. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ആത്മാർത്ഥതക്കനുസരിച്ച് അല്ലാഹു തആല ദുനിയാവിൽ നിന്ന് തന്നെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി അതിലുള്ള പ്രതിഫലം അള്ളാഹു നൽകും. അത്
അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിലുള്ള ഗുണപാഠമാണ്. അദ്ദേഹത്തിന് മാത്രമാണ് നല്ലല്ലോ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് മാത്രം കൊടുത്ത ഒരു അനുഭവമല്ല. പിന്നെ ഉലിൽ അൽബാബ്, അൽബാബുകളുള്ള, ലുബുകളുള്ള, അതായത് ചിന്തിക്കാൻ ചിന്താശേഷിയുള്ള, ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരു ഉത്ബോധനമായിക്കൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്തായിക്കൊണ്ടും കൂട്ടുകുടുംബത്തെയും മറ്റും അദ്ദേഹത്തിന് അള്ളാഹു തആല വീണ്ടും നൽകി. അപ്പം നമുക്കുള്ള പാഠം അതിലാണ്. ഏത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ തുടങ്ങി അത് യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത്ര വലിയൊരു കുടുക്കിൽ അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽപ്പെട്ടപ്പോൾ ആ ഒരു പ്രാർത്ഥന കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ച് പഴയ പോലെ അതിനേക്കാളും നല്ല ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അത് യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന. ഇവിടെ ലാ ഇലാഹ ഇതിനാ റബ്ബുഹല്ലി മസ്സനിയൽ ളുർറു വ അൻത അർഹമുർ റാഹിമീൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദാവൂദ് നബി അയ്യൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വെച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേറെയും പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഏതാണത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാത്തിലും പോന്ന സ്വയംഭൂവായ അള്ളാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. അതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ്. അതുപോലെ അല്ലാഹുമ്മ റഹ്മതക ദുആ ഉൽ മക്റൂബ്, കഷ്ടപ്പെടുന്നവൻ്റെ ദുആ എന്ന് നബി പഠിപ്പിച്ച ആ പേരിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ദുആ ഉൽ മക്റൂബ്, കഷ്ടപ്പെടുന്നവൻ്റെ, ദുരന്തത്തിൽപ്പെട്ടവൻ്റെ പ്രാർത്ഥന. അതെന്താണ്? അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ വ അസ്ലിഹ് ലി ശഅനി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് മാത്രമാണ്, നിന്റെ കാരുണ്യം മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കണ്ണ് ഇമവെട്ടി എഴുന്നേൽക്കുന്ന സമയം പോലും എൻ്റെ കാര്യം എന്നെ മാത്രം നീ ഏൽപ്പിക്കരുതേ. വ അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി തരണമേ. അപ്പം എല്ലാവരും പെട്ടു. അപ്പോൾ ആ റഹ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇതിലാദാ റബ്ബഹു അല്ലി മസ്സനിയൽ ളുർറു വ അൻത അർഹമുർ റാഹിമീൻ. അല്ലി മസ്സനിയ ശൈത്താനു, വേറെ അതുണ്ട്. ഇവിടെയുള്ളത് അല്ലി മസ്സനിയ ശൈത്താനു വ അൻത അർഹമുർ റാഹിമീൻ. എന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട് വേറെ സ്ഥലത്ത്. അല്ലി വസരിയ ഏത്? ഒരു പക്ഷേ അദ്ദേഹത്തിലുണ്ടായ എന്തെങ്കിലും അപാകത നിമിത്തം, അദ്ദേഹത്തിൽ പൈശാചികമായ എന്തെങ്കിലും ഒരു അപാകതയോ ഒരു വീഴ്ചയോ കാരണത്താൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ പരീക്ഷണമായിരിക്കാം ആ രോഗം. അപ്പോൾ അതുകൊണ്ട് അല്ലി മസ്സലിയ ഷെയ്ത്താൻ എന്ന ഒരു വാക്ക് പറഞ്ഞു. അതല്ലെങ്കിൽ, അതിൻ്റെ വ്യാഖ്യാനത്തിൽ അതാ പറഞ്ഞു, അതല്ലെങ്കിൽ ഈ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഒരു ഷെയ്ത്താൻ എന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒരാൾ ഒരു മുടി ഒക്കെ വൃത്തിയാവാതെ ഒരു മോശപ്പെട്ട കോലത്തിൽ വരുമ്പോൾ അതിൻ്റെ തല ഒരു ശൈത്താൻ്റെ തലൻ്റെ മാതിരി എന്ന് പറയുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു മോശമായ കാര്യത്തിനൊക്കെ കഅന്നഹു റൂഉസു ശയാത്തീൻ എന്നുണ്ടല്ലോ, ശൈത്താൻ്റെ തല പോലെ. അപ്പോൾ അതൊരു വേണ്ടാത്തതിനൊക്കെ ശൈത്താൻ എന്ന് പറയുന്നുണ്ട്. ആ അർത്ഥത്തിലും ആവാം. അതല്ലാതെ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ശൈത്താനാണ് എന്ന ഒരു ആശയം അതുകൊണ്ട് കിട്ടുന്നില്ല. അതാണ് കാരണം. ശൈത്താന് മനുഷ്യന്മാരെ പിടികൂടാനും വഴിയേൽപ്പിക്കാനാണ് ഉള്ളത്. എന്നാൽ രോഗം
ജീവികൾക്കും ഉണ്ടാവുമല്ലോ. ഒട്ടകത്തിനും പശുവിനും ആടിനൊക്കെ രോഗം ഉണ്ടാവും. ഒറ്റകളാരിപ്പം ചെയ്ത്താൻ പേപ്പിക്കേണ്ടതല്ലല്ലോ, മനുഷ്യനല്ലേ ചെയ്ത്താൻ പേപ്പിക്കുക. അതെ, അത് ഇവിടെ അത് ഇതിനൊരു തെളിവല്ല. ഇപ്പം ഇസ്ലാമിൽ ശൈത്താനാണ്. അങ്ങനെ ചില പണ്ഡിതന്മാർ, മുൻകാല ആധുനിക പണ്ഡിതന്മാർ പിശാച്ചിൻ്റെ കാരണത്താൽ ഈ ജറാസീമുകൾ എന്ന് പറയണമെങ്കിൽ ഈ രോഗാണുക്കൾ പിശാച്ചാണ് എന്ന് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രോഗാണുക്കൾ പിശാച്ചാണ്. പക്ഷെ അതിന് ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ തെളിവുകളില്ല. പിന്നെ മറ്റേ ഇതുകൾ അജ്റബ് ആയ ചൊറി പിടിച്ച ഒട്ടകങ്ങൾ ആയാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്റബുകളെ പറ്റിയും ഒട്ടകങ്ങളെ പറ്റിയൊക്കെ രോഗം ബാധിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പിശാച്ച് പിടികൂടിയിട്ട് ഉണ്ടാകുന്നതാണ് എന്ന് പറയാൻ നമുക്കൊരു തെളിവില്ല. ഇവിടെ ഒന്നുകിൽ ഷെയ്ത്താൻ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട അർത്ഥത്തിൽ അന്നീ മസ്സനിയ ഷെയ്ത്താൻ എന്ന് പറഞ്ഞതാവാം. അതല്ലെങ്കിൽ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പിന്നെ ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ കാരണമായ എന്തെങ്കിലും ഒരു വീഴ്ച കൊണ്ട് അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ഒരു പിശാചിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നുള്ള ഒരു ഇതുണ്ടായിട്ട് അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചതാവാം. അതേ നമുക്കിവിടെ പറയാൻ ന്യായമുള്ളൂ. അതാണ്. അതായത് ഫിത്നയിലാക്കി അദ്ദേഹത്തെ എന്നുള്ള കാരണം അദ്ദേഹം ഭാര്യയോട്, അപ്പം അദ്ദേഹത്തിന് പൈശാചികമായ ചില ഫിത്ന അദ്ദേഹത്തിന് പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അദ്ദേഹം ഭാര്യയെ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ പ്രയാസങ്ങളും സഹിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി അദ്ദേഹത്തിൻ്റെ പിന്നെ മറ്റു വീടുകളിൽ തൊഴിലെടുത്ത് കൊണ്ടുവന്ന് തീറ്റ കൊടുത്ത് വളർത്തിയ ഭാര്യയെ, അത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ച ഭാര്യയെ ഞാൻ അടിക്കും എന്ന് ശപഥം ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു പൈശാചികമായ വീഴ്ചകളാണല്ലോ. ആ ശപഥം ചെയ്ത ഭാര്യയെ അടിക്കുമെന്ന് ശപഥം ചെയ്തതിനാണ് 100 അടി അടിക്കും, എനിക്ക് സുഖപ്പെട്ട് കഴിഞ്ഞാൽ അല്ല 100 അടി അടിക്കുന്ന മൂപ്പര് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ ഇതല്ല, ഭാര്യയെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള ഇത് തഫ്സീറുകളിലുണ്ട്. ഭാര്യയെ വിളിച്ചിട്ട് കിട്ടിയില്ല, അപ്പോൾ മൂപ്പർക്ക് ദേഷ്യം പിടിച്ചു. അപ്പോൾ ശൈത്താൻ പിടി കൂടി ദേഷ്യം പിടിച്ചപ്പോൾ ശൈത്താൻ പിടി കൂടി ദേഷ്യം പിടിച്ച് അതിലടിക്കുമെന്ന് പറഞ്ഞു. അതിന് അല്ലാഹു തആല അദ്ദേഹത്തിൽ നിന്ന് അത് ആയിക്കോട്ടെ, അങ്ങനെ അയ്യൂബ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞല്ലോ, ഇനി അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ഇത് പിടിച്ചിട്ട്, അതായത് പുല്ലിൻ്റെ തണ്ടോ അതല്ലെങ്കിൽ ഈത്തപ്പഴ കൊലയുടെ ശബ്രീഖ് എന്ന് പറയും. ഈത്തപ്പഴ നമ്മളെ ഈ അലച്ചിൽ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഈത്തപ്പഴമുണ്ടാകുന്ന ആ തണ്ട്, അതിലൊരുപാട് ചെറിയ ചെറിയ അല്ലികളുണ്ടാവും. ഈ 100 എണ്ണമുള്ള അല്ലി എടുത്തിട്ട് ഒരടി അടിക്കാൻ വേണ്ടി അള്ളാഹു ഒരു അളവ് നൽകിയത്. 100 അടി കൊടുത്ത് അങ്ങനെ ആ പെണ്ണിന് വേദനിക്കണ്ട, ഒറ്റ അടി കൊണ്ട് 100 എണ്ണം ആയല്ലോ. അങ്ങനെ അയ്യൂബ് നബിക്ക് അള്ളാഹു തആല ഒരു ഇളവ് നൽകി. അതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പൈശാചികമായ ചില ഉപദ്രവങ്ങൾ ഉണ്ടാവാം, അത്രയേ ഉള്ളൂ. മറ്റേ നമ്മൾ രോഗം ശൈത്താനാണ് എന്ന് ഇതിൽ നിന്ന് തെളിവ് പിടിച്ചാലുണ്ടാവുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കുണ്ടാകേണ്ട സോക്കടൊക്കെ പിന്നെ ശൈത്താൻ ഇറക്കലാവും. പടി ജലദോഷം ഉണ്ടായാലും കയ്യും കാലും വേദന ഉണ്ടായാലൊക്കെ ശൈത്താൻ ഇറക്കണം എന്നുള്ള ഇടത്തേക്ക് പോകും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. അതിപ്പോൾ അതാ പറയുന്നത്, അത് ചരിത്രവും ഖുർആനും കൂടി യോജിപ്പിക്കുമ്പോഴാണ് ഈ സംഭവം ഇതൊരു ആഖ്യാനമായിട്ട് വരുന്നത്. അതാണ്. അപ്പം നമ്മൾ ഈ ഖുർആൻ, ഈ ചരിത്രം ഒന്നും നമുക്ക് അറിയാതെ ഈ ഖുർആൻ മാത്രം നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആശയം കിട്ടാൻ ഒരുപാട് പണിയാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വഹുദ് ബിയദിക്കൽ ലിഗസൻ, നീ നിൻ്റെ കൈ കൊണ്ട് എടുക്ക്. ലിഗസൻ ഒരു കൂട്ടം, ഒരു ലിഗസ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ
ചെറിയ ചെറിയ തണ്ടുകളുടെ കൂട്ടത്തിലാണ് നീഗസ് എന്നറിയാം. ഇപ്പം ഈ പുല്ലുകളുടെ ഒക്കെ തണ്ട് ഒരു കറ്റ എന്നൊക്കെ പറയാമല്ലോ, ഒരു കറ്റ എന്നൊക്കെ പറയുന്നത് അതിലാണ്. കുറേ തണ്ടുകളുടെ കൂട്ടം, അത് ഈന്തപ്പന ശബ്രീഖ് എന്നാണ് പറയാം. ഈ ശബ്രീഖായിരുന്നു എന്ന് ഏകദേശം എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട്. ശബ്രീഖ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തേങ്ങലിൻ്റെ അലച്ചിൽ പോലെ, അതിന് കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മുടെ തേങ്ങലിൻ്റെ അലച്ചിലിൽ ചിലപ്പോൾ ഒരു 10, 15 20 ഉണ്ടാവുള്ളൂ. അതേ അവസരത്തിൽ ഈന്തപ്പനയുടെ ആ പന ഉണ്ടാവുന്ന അതിൻ്റെ ആ കൊലയിൽ ഒരുപാടെണ്ണം ഉണ്ടാവും. അതിന് ഈ എടുക്ക്, എന്നിട്ട് വല ഫലരിബിഹി, അതുകൊണ്ട് നീ അടിക്ക്, വല തഹൈനസ് നീ നിന്റെ സത്യം ലംഘിക്കാൻ പാടില്ല, ഇല്ലാ വജദ്നാഹു സാബിറൻ, അദ്ദേഹത്തെ നാം ക്ഷമിക്കുന്നവനായിട്ട് കണ്ടു. നിഅമൽ അബ്ദു, ഏറ്റവും നല്ല അടിമയാണ് അദ്ദേഹം. ഇന്നഹു അവ്വാബ്, തീർച്ചയായും അദ്ദേഹം ഖേദിച്ച് മടങ്ങുന്നവനാണ്. ഇവിടെ ഇപ്പം ഇത് ഭാര്യയെ അടിക്കണം എന്നൊന്നുമില്ല, പക്ഷെ അത് ഹദീസുകളിൽ നിന്ന് ഭാര്യയാണ് എന്ന് വ്യക്തമാണ്. അപ്പം ഫദ്രിബ് ബിഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, ആ നിഗസ് കൊണ്ട് അടിക്കുക അല്ലല്ല. ഫദ്രിബ് ബിഹി, ബി എന്ന് പറഞ്ഞാൽ ഒരു അതുകൊണ്ട്, ഫദ്രിബ് അസക്കൽ അജറാന്നല്ലേ, നിന്റെ വടി കൊണ്ട് കല്ലിനെ അടിക്ക്, അല്ല ആ കല്ലുമ്മൽ അടിക്കാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞല്ലോ, നിഗസ് കൊണ്ട് നീ അടിക്കുക. അപ്പം ഖുർആനും ഹദീസും ബാക്കി കുറച്ച് അഹ്ലു കിതാബികളിൽ നിന്ന് കേട്ട ചരിത്രവും എല്ലാം കൂടി വരുമ്പോൾ ഇത് നമുക്കൊരു പൂർണ്ണമായ ചരിത്ര രൂപമായി കിട്ടുന്നു. പക്ഷേ ഇത്രയേ ഉള്ളൂ, ഇത്രയാണ് ഇതിൻ്റെ ആശയം. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് മാരകമായ രോഗമുണ്ടായി. ആ രോഗത്തിൽ നിന്ന് ശമനം കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കാലടിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കാലുകൊണ്ട് അടിച്ചപ്പോൾ വെള്ളം പൊഴുകി വന്നു. അതിൽ അദ്ദേഹം കുളിച്ചപ്പോൾ അദ്ദേഹത്തിന് രോഗം മാറി. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെയും ഭാര്യയെയും കുടുംബങ്ങളെയൊക്കെ അള്ളാഹു കൂടുതൽ പൂർവ്വകാലത്തെക്കാളും വർധനവോടെ അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകി. അതാണ് ഖുർആനിൽ നിന്ന് കിട്ടുന്ന പൊതുവായ ഒരു കാര്യം. അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഇല്ലഹു അവ്വാബ് എന്നാണ്. അവ്വാബ്, അദ്ദേഹം അവ്വാബായിരുന്നു, അതായത് വളരെയധികം ഖേദിച്ച് മടങ്ങുന്നവനായിരുന്നു. ആബ എന്ന് പറഞ്ഞാൽ താബാന്ന്, ആബ എന്ന് പറഞ്ഞാൽ മടങ്ങിയെന്ന്, അതിലാണ് താബൻ്റെ അർത്ഥം. അപ്പം തവ്വാബ് എന്നും അവ്വാബ് എന്ന് പറഞ്ഞാലും ഒന്നാണ്. നമുക്ക് കിട്ടേണ്ട പാഠം അതാണ്. അയ്യൂബ് നബിയുടെ ഒതുക്കുറിനി ഓർക്ക് അദ്ദേഹം അവ്വാബായിരുന്നു. അപ്പോൾ ഓരോ ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്ന് പോലും നമ്മൾ എപ്പോഴും ഖേദിച്ച് മടങ്ങിക്കൊണ്ടിരിക്കണം എന്ന് പഠിപ്പിക്കാനായിരിക്കണം അള്ളാഹു തആല ഈ ചരിത്രം. അതല്ലാതെ ആ കാലഘട്ടത്തിലെ ചരിത്രത്തിൻ്റെ ഒരു ആഖ്യാനം അതുപോലെ നാൾ വഴിയായിട്ട് പഠിപ്പിക്കൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങനെ? പിന്നെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം കുളിച്ച കുളം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് സലാലയിൽ നിന്ന് മലമുകളിലേക്ക് കയറി ഒരു 40-48 കിലോമീറ്റർ മലമുകളിൽ ചുരം റോട്ടിന് കയറി ചെന്നാൽ അവിടെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഞാനത് പോയി കണ്ടിട്ടുണ്ട്. അവിടെ ഒരു പള്ളിയും അയ്യൂബ് നബി അലൈഹി സ്വലാം കുളിച്ച കിണറും, ആ പള്ളിയുടെ മുമ്പിൽ ഒരു കിണറും ഉണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരാധിച്ചിരുന്നിരുന്ന സ്ഥലം. എന്നിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഖബറുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖബറും അവിടെ തന്നെ ഒരു നീളമുള്ള ഖബറാണ്. ആ ഖബറിൻ്റെ മീതെ പട്ട് പറിച്ച് ഈ കുന്തിരിക്കം പോലെ വാസനയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൊരു കാടിൻ്റെ ഉള്ളിലാണ്. അത് കാട്ടിലേക്ക് നടക്കാനുള്ള ഈ കട്ട വിരിച്ച വഴികളുമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു പള്ളിയുണ്ട്, അവിടെ ആളുകൾ നമസ്കരിക്കുന്ന, പക്ഷേ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ്. എന്നിട്ട് അത് അങ്ങനെ അവിടെ കാണുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാം നമസ്കരിച്ചിരുന്ന പള്ളിയാണ്, അദ്ദേഹത്തിൻ്റെ ഖബർ ഇതാണ് എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങളവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചു, അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഈ പള്ളിയുടെ ആ ഭാഗം അതാണ് കിബില എന്നൊക്കെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഅബയിലേക്കാണല്ലോ ഈ പള്ളിയുടെ കിബില. അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാറ് ഏതായാലും ഇല്ല.
അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് എത്തിയതിന് ശേഷം 16 മാസം കഴിഞ്ഞിട്ടാണ് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞത്. അന്ന് അവർ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത്. പിന്നെ അങ്ങനെ ഈ പള്ളിയിൽ ഇത് കിബില കഅബയിലേക്കായി എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞത്, നമ്മളതിൽ ഇവിടെ വന്ന് നമ്മൾ തർക്കിക്കൊന്നും വേണ്ട, ഇവിടെ അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കിണറ്, അദ്ദേഹം അറബിയിലാണ് സംസാരിക്കുന്നത്, ഈ കിണറ് അദ്ദേഹത്തിൻ്റെ ഈ ഭാഗം ഒരു ചെറിയ ഹൗളാണ്, അതവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് അത് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിയിൽ വെള്ളം പൊങ്ങി വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ് കുറേ നേരം അദ്ദേഹവുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവസാനം ഞങ്ങൾ മലയാളം പറഞ്ഞു കണ്ടപ്പോൾ അയാൾക്ക് ഒരു ഉത്തരമില്ലാതായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും മലയാളിയിലാണ്. അതുവരെ ഞാൻ സംസാരിച്ചതും ഇതൊക്കെ ഒരു ഒമാനിയാണ് എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചത്. അദ്ദേഹത്തോട് ചോദിക്കാൻ കാരണം ആ ഖബറുണ്ട്, നീളുടെ ഖബറാണ്, അവിടെ അദ്ദേഹം എന്തോ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അൽ ഹജ്ജുൽ ഖയ്യൂം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അൽ ഹജ്ജുൽ ഖയ്യൂം എന്നുള്ളത് ഈ ഖബറിൻ്റെ വിശ്വാസത്തിന് എതിരല്ലേ, അള്ളാഹുവിനോടല്ലേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാണ് അത് അവിടെ എഴുതി വെച്ചത്, ഇതെവിടെയെങ്കിലും ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം നമ്മൾ ഇവിടുന്ന് തർക്കിക്കണ്ട, ഞാൻ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതല്ല. കാരണം അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ അവിടെയാണ് എന്നതിൽ കാര്യമായ തെളിവുകളൊന്നുമില്ല. മാത്രമല്ല ഇബ്നു കസീർ റഹിമഹുള്ളാഹൊക്കെയാണ് ചരിത്ര ഗ്രന്ഥത്തിൽ 6 സ്ഥലത്തേറ്റ് അദ്ദേഹത്തിൻ്റെ ഖബറുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഖബറാണ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയ 6 സ്ഥലങ്ങളേറ്റ ഉണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് അതൊരു വിശ്വാസയോഗ്യമല്ല. അപ്പോൾ അസ്ഹാബുൽ കഹ്ഫിൻ്റെ പിന്നെ ഗുഹയുണ്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഒമാനിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്കൊക്കെ പോയാൽ റജീം എന്ന സ്ഥലത്താണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് അമ്മാനിലാണ്, ജോർഡാനിൻ്റെ തലസ്ഥാനത്ത് നിന്ന് 70 കിലോമീറ്റർ പോയാലാണ് ആ സ്ഥലമുള്ളത്. അവിടെ അതാണ് എന്നുള്ളതാണ് അവർ പ്രൂവ് ചെയ്തത്, അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹയാണ്. എന്നാൽ തുർക്കിയിലും അതുപോലെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹയാണെന്ന് പറഞ്ഞ് ഈ യാത്രക്കാർ വന്നിട്ട് അവിടെ വന്ന് നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇവിടെയുണ്ട് ആ എല്ലുകളൊക്കെയും ആ ഗുഹയും ഒത്തരശം സൈദാ തലാത്തസാവറു അക്കഫീം എന്ന് പറയുന്ന ആ അടയാളങ്ങളും അവരുടെ എല്ലുകളും ആ നായ ഇരുന്നിരുന്നതൊക്കെ അവിടെ കൂട്ടിലാക്കിയിട്ട് എല്ലാ കെട്ടുമൊട്ടും അവിടെയുണ്ട്. 1963 ജോർഡാൻ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം വകുപ്പ് ഇതാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹ എന്ന് തെളിവ് സഹിതം പ്രഖ്യാപിച്ച് അങ്ങനെയാണ് അത് അവിടെ ഉള്ളത്. എന്നാൽ അതേ തരത്തിൽ തന്നെ തുർക്കിയിലും ഈ സാധനം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്കിതൊന്നും ഇതൊക്കെ കേട്ടുകേൾവി നമ്മളെ വിശ്വാസമായിട്ടോ നമ്മളെ അമലുമായിട്ടോ ബാധിക്കാത്തത് കൊണ്ട് അതാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആവണ്ടെന്ന് നമുക്കുള്ളൂ. നമുക്ക് അള്ളാഹ് പഠിപ്പിച്ചത് ഇന്നഹു അവ്വാബ്, അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളായിരുന്നു. യാ അയ്യുഹല്ലദീന യാ അയ്യുഹന്നാസ് ഇസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈഹി ഫഇന്നി അതൂബു ഇലല്ലാഹി ഫീ കുല്ലി യൗമിൻ മിഅത്ത മറ. നബി പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് ഖേദിച്ച് മടങ്ങുക, ഞാൻ 100 വട്ടം അള്ളാഹുവിനോട് ഓരോ ദിവസവും ഖേദിച്ച് മടങ്ങുന്നുണ്ട്. അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 തെറ്റ് ചെയ്തിരുന്നു ദൈനംദിനം എന്നല്ലല്ലോ. അതായത് ഒരു വിശ്വാസി എപ്പോഴും അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങണം. അതാണ് വല്ലദീന ഇദാ ഫഅലു ഫാഹിശത്തൻ ഔ ളലബു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്താൽ അള്ളാഹുവിനെ ഓർത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുക, ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കാതിരിക്കുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അപ്പോൾ വിശ്വാസികൾ എപ്പോഴും തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഉദ്കുർ അബ്ദന അയ്യൂബനെ ഓർക്ക്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇവിടെ ഈ ആയത്തിൽ ഇന്നഹു അവ്വാബായിരുന്നു. അപ്പം നമ്മളും ഒരു അവ്വാബാകണം
എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചരിത്രത്തിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല. കേട്ടത് നമ്മൾക്ക് കേൾക്കാം. ആ ചരിത്രത്തിൻ്റെ രീതി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കാം, അത്രയേ ഉള്ളൂ. ഇനി വദ്കുർ ഇബാദന ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅ്ഖൂബ്. വദ്കുർ ഇബാദന, നമ്മുടെ അടിമകളെ നീ ഓർക്ക്. അപ്പം അത് ഒരാൾ മാത്രമല്ല, ഇബ്രാഹീം, ഇസ്ഹാഖ്, യഅ്ഖൂബ്, ആ 3 അടിമകളെയും താങ്കൾ ഓർക്കുക. ഉലിൽ ഐദി വൽ അബ്സാർ, നല്ല ശക്തികളുണ്ടായിരുന്ന. അൽ ഐദി എന്ന് പറഞ്ഞാൽ ശക്തികൾ, യത് കയ്യ് എന്നല്ലാണ്, പക്ഷെ ഇവിടെ ഐദി എന്ന് പറഞ്ഞാൽ നല്ല ശക്തി ഉണ്ടായിരുന്ന. വൽ അബ്സാർ, നല്ല ഉൾക്കാഴ്ചകളും ഉണ്ടായിരുന്ന. അപ്പം ഏത് ശക്തിയായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നല്ല അൽ ഐദി, ഏറ്റവും നല്ല ഐദുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ശക്തി, ഈമാനികമായ ദൃഢതയുണ്ടായിരുന്നു. അത് ഇസ്ഹാഖ് അലൈഹി സ്വലാമിനും ഉണ്ടായിരുന്നു. അതുപോലെ അൽ അബ്സാർ, നല്ല കാഴ്ച, ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള നല്ല ബോധവും നല്ല ഇബാദത്തിലുള്ള ശക്തിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. വൽ ഐദി വൽ അബ്സാർ ഇല്ലാ അഖ്ലസ്നാഹും, തീർച്ചയായും നാം അവരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അഖ്ലസ്ന എന്ന് പറഞ്ഞാൽ അവരെ വേർതിരിച്ചു എന്ന്. അഖ്ലസ്നാഹും ബിഖാലിസത്തിൽ, അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരെ നാം വേർതിരിച്ചു എന്ന് പറഞ്ഞാൽ വേറെ തിരഞ്ഞെടുത്തു. ഇല്ല അഖ്ലസ്നാഹും, അവരെ നാം വേർതിരിച്ചെടുത്തു. ബിഖാലിസത്തിൽ, വലിയ വലിയ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട്. ദിക്റദ്ദാർ, അതേതായിരുന്നു ആ ഖാലിസത്ത്? അവർ അദ്ദാറുൽ ആഖിറ, പരലോകത്തെ പറ്റിയുള്ള ഓർമ്മ എന്ന ആ മഹത്തായ ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അവരെ നാം തിരഞ്ഞെടുത്തു. അപ്പം ഇവരൊക്കെ ദിക്റുദ്ദാറുൽ ആഖിറ, ആഖിറത്തിനെ പറ്റിയുള്ള നല്ല ബോധമുണ്ടായിരുന്നു, അത് ആത്മാർത്ഥമായിരുന്നു. അപ്പോൾ അല്ലാഹു തആല ആ ആത്മാർത്ഥത കൊണ്ട് അവരെ നന്മയിലേക്ക് തിരഞ്ഞെടുത്തു. ഇന്നഹും, തീർച്ചയായും അവർ, ഇൻദന, നമ്മുടെ അടുക്കൽ, ലമിനൽ മുസ്തഫൈൻ, ഇസ്തഫ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽപ്പെട്ടതാണ്. അൽ അഖിയാർ, ഏറ്റവും നല്ലവരായി തിരഞ്ഞെടുക്കപ്പെട്ട നബിമാരിൽപ്പെട്ട അല്ലെങ്കിൽ അടിമകളിൽപ്പെട്ടവരാണ്. അപ്പം അവരെയൊക്കെ അല്ലാഹു തആല നല്ലവരായി തിരഞ്ഞെടുത്തത് ഖാലിസത്ത് കൊണ്ടായിരുന്നു. ഖാലിസത്ത് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായ ചിന്ത, അതായത് ദിക്റദ്ദാർ, പരലോകബോധത്തോടുകൂടി ആത്മാർത്ഥമായി ജീവിച്ചത് കൊണ്ടാണ് അവരെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. വദ്കുർ ഇസ്മായില, ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും നീ ഓർക്ക്. വൽ യസാ, അൽ യസായിനെയും. വദൽ കിഫുൽ, ദുൽ കിഫിലിനെയും. അവിടെയൊക്കെ കുറച്ച് നബിമാരെ പേരുകൾ പറഞ്ഞു. അവരെ പറ്റിയൊന്നും, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ പറ്റി നമുക്ക് കുറച്ചൊക്കെ അറിയാം. കഅബയുടെ അടുത്ത് താമസിപ്പിച്ചതും ബലികർമ്മം നടത്തിയതും നബിയുടെ ഉപ്പാപ്പയാണ് എന്നുള്ള കാര്യം. എന്നാൽ ഈ അൽ യസായിനെ പറ്റിയോ അല്ലെങ്കിൽ ദുൽ കിഫിലിനെ പറ്റിയോ കൂടുതലൊന്നും അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള നബിമാരുണ്ടായിരുന്നു എന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അവരൊക്കെ നീ ഓർക്ക്. കുല്ലും മിനൽ അഖിയാർ, അവരൊക്കെ അഖിയാറുകളിൽപ്പെട്ടവരായിരുന്നു. അഖിയാർ എന്ന് പറഞ്ഞാൽ ഖയ്യറുകൾ, ഏറ്റവും നല്ല മനുഷ്യന്മാരിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ അതുകൊണ്ടില്ലേ ഇതിലൊക്കെ അള്ളാഹ് നമുക്ക് അവരെ പേര് കേട്ട് മനസ്സിലാക്കാൻ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. അവരുടെ ചരിത്രത്തിൻ്റെ പിന്നാലെ പോയി അതെന്താണ് എന്ന് പഠിക്കേണ്ടതില്ല. ഇനി പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ടതുമില്ല. ഹദാ ദിക്റുൻ, ഇതൊരു ഉത്ബോധനമാണ്. വ ഇന്ന ലിൽ മുത്തഖീൻ, അപ്പോൾ ഇതൊക്കെ ആ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞതും അവരുടെ പേര് പറഞ്ഞതും അവരൊക്കെ നല്ലവരിൽപ്പെട്ടവരാണ്, അഖിയാറാണ്, തവ്വാബാണ് എന്നൊക്കെ പറഞ്ഞത് ദിക്റുൻ, അതൊരു ഉത്ബോധനമാണ്. ആ ഉത്ബോധനമാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്. വ ഇന്ന ലിൽ മുത്തഖീൻ, തീർച്ചയായും സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ലഹുസ്നു മആബ്, നല്ല മടക്കമുണ്ട്.
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ലഹുസ്ന മആബ്, ലഹുസ്ന മആബ്, അവർക്ക് നല്ല മടക്കമുണ്ട്. ഇല്ല ഹുസ്ന മആബ് ലിൽ മുത്തഖീൻ, ഇല്ല ഹുസ്ന മആബ്. ആ ഇല്ലൻ്റെ നേരെ ശേഷം വരുന്നത് ഹുസ്ന എന്നാണ്. അത് ലിൽ മുത്തഖീൻ, അതിന് മുമ്പേക്ക് കാര്യം വന്നത് ഭാഷ വ്യാകരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇല്ല ഹുസ്ന മആബ്, ഇല്ലയുടെ ഇസ്മ എന്നാ പറയാം. അത് ഇല്ല നേരെ വരുന്നത് ഇല്ല ഹുസ്ന മആബ്, ഏറ്റവും നല്ല മടക്കം ലിൽ മുത്തഖീൻ, മുത്തഖീകൾക്കാണ് എന്നർത്ഥം. എന്താണ് നല്ല മടക്കം? ജന്നാത്തി അദ്നിൽ, താമസിക്കാനുള്ള സ്വർഗ പൂന്തോപ്പുകൾ, മുഫത്തഹത്തൻ, തുറക്കപ്പെട്ടതായിട്ട്, ലഹും അവർക്ക് വേണ്ടി, അൽ അബ്വാബ്, അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടതായിട്ടാണ് ഉള്ളത്. മുത്തഖീന ഫീഹ, അവർ അതിൽ ആശ്വാസത്തോടുകൂടി ഇരിക്കുന്നവരാണ്, ചാരി ഇരിക്കുന്നവരാണ്. യദ്ഊന ഫീഹ, ആ സ്വർഗത്തിൽ അവർ വിളിച്ചുകൊണ്ടിരിക്കും. ബിഫാക്കിഹത്തിൽ, അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ബിഫാക്കിഹത്തിൽ, പഴങ്ങൾ കൊണ്ടുവരാൻ. കസീറത്തിൽ, ധാരാളമായിട്ടുള്ള. വഷ്റാബ്, പാനീയങ്ങളും. സ്വർഗത്തിൻ്റെ ഒരവസ്ഥ പറഞ്ഞതാണ്. അവർക്ക് ആവശ്യമുള്ള പഴവർഗ്ഗങ്ങളും പാനീയങ്ങളും കൊണ്ടുവരാൻ അവർ വിളിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ആരാണോ അത് കൊണ്ടുവന്നു തരുന്നത് അവരെ എപ്പോഴും അവർ വിളിച്ചുകൊണ്ടിരിക്കും. യഅ്മുറൂന ഖുദ്ദാമഹും, അവരുടെ വേലക്കാരോട് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അയഅ്തു ബിഫാക്കിഹത്തിൻ കസീറ, ഫാക്കിഹത്തും കസീറത്ത് കൊണ്ടുവരാൻ. വലഹും ഫീഹാ മാ യദ്ദഊൻ, അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനു വേണ്ടി അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു സുഖമാണ്. ആ സുഖം വിവരിച്ചതാണ്. പിന്നെ വഇൻദഹും, അവരുടെ അടുക്കൽ ഉണ്ടായിരിക്കും. ഖാസിറാത്തു തർഫി, കള്ള് താഴ്ത്തിയ സ്ത്രീകൾ. ഖാസിറാത്ത് എന്ന് പറഞ്ഞാൽ താഴ്ത്തിയവർ, ചുരുക്കിയവർ. അത്തർഫി, കള്ള് താഴ്ത്തിയ. അത്രാബ്, സമപ്രായക്കാരായ സ്ത്രീകളും ഉണ്ടായിരിക്കും. അതായത് സ്വർഗത്തിനെ പറ്റി പറയുന്നിടത്തൊക്കെ ഹൂറുൽ ഐൻ, കണ്ണ് വിശാലമായി, കൾത്തടം വിശാലമായ സൗന്ദര്യമുള്ള സ്ത്രീകളെന്നും, ഖാസിറാത്തു തർഫി, തൻ്റെ ഭർത്താക്കന്മാരുടെ നേരെയല്ലാതെ മറ്റുള്ളവരിലേക്ക് നോക്കാതെ കണ്ണ് താഴ്ത്തുന്നവർ. അത് ഹൂറുൽ ഐൻ എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ്. ഖാസിറാത്തു തർഫ് എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ്. സംസ്കാരം, അതായത് ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് ആരാണോ അവനിലേക്ക് മാത്രം കണ്ണു താഴ്ത്തി മറ്റുള്ളവരുടെ നേരെ നോക്കാത്ത ആ ഒരു ഖാസിറാത്തു തർഫ്, അതാണ് ഒരു ശരിയായ വിശ്വാസിനിയുടെ ലക്ഷണം. ഖാസിറാത്തു തർഫ്, അതൊക്കെ അവർക്കുണ്ടായിരിക്കും. അത്രാബ്, സമപ്രായക്കാരായി ഒരു ഉണ്ടായിരിക്കും. സ്വർഗത്തിനെ പറ്റി പറഞ്ഞെടുത്ത് മുഫസ്സിറുകൾ തന്നെ വിവരിക്കുന്നുണ്ട്. സ്ത്രീകളെപ്പറ്റി അവർക്ക് സ്ത്രീകൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ സ്വർഗത്തിൽ കടക്കുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാരുണ്ടായിരിക്കും എന്ന് പറയുന്നില്ല. അതെന്തുകൊണ്ട്? അതിന് പറയുന്നത് സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളും ആർഭാടങ്ങളുമാണ് അള്ളാഹു വിവരിച്ചിട്ടുള്ളത്. അതിൽ എല്ലാം പറഞ്ഞിട്ടില്ല. മനുഷ്യനെ ഏറ്റവും ആകർഷിക്കുന്ന സുഖ സൗകര്യങ്ങളും ആർഭാടങ്ങളുമാണ് പറഞ്ഞത്. അത് ആർഭാട വസ്തുവാണ് ഒരു സ്ത്രീ എന്നതുകൊണ്ടാണ് സ്ത്രീകളെ പ്രത്യേകമായി സ്വർഗത്തിൽ അവർക്ക് സ്ത്രീകൾ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് ലഹും ഫിഹാ അസ്വാജും മുത്തഹറ, അവർക്ക് നല്ല ഇണകളുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അസ്വാജും മുത്തഹറത്ത്. ലഹും ഫിഹാ മാ യശ്തഹൂൻ, അവരാഗ്രഹിക്കുന്നതൊക്കെ അവർക്കുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. വലഹും ഫിഹാ മാ യദ്ദഊൻ, അവർ ആവശ്യപ്പെടുന്നതൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് ഇണകൾ എന്നൊക്കെ പറയുമ്പോൾ ആണിന് പെണ്ണും പെണ്ണിന് ആണും ഒക്കെ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ മുമ്പിൽ ഏറ്റവും ആർഭാടത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകങ്ങളായിട്ടുള്ളത് പഴവർഗ്ഗങ്ങൾ, വിവിധതരം പാനീയങ്ങൾ, തണലുകൾ, അതുപോലെ അരുവികൾ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന താഴ്ഭാഗത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ, സ്ത്രീകൾ, അതൊക്കെ
സൗന്ദര്യത്തിൻ്റെ സിമ്പലുകളായിട്ട് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ അംഗീകരിക്കുന്നതാണ്. അത് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ സ്വർഗത്തിൽ കിട്ടേണ്ട എല്ലാ സാധനങ്ങളും അവിടെ പറഞ്ഞു എന്നില്ല. പട്ടും പുടവയും, പട്ടിനെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ പഴങ്ങളെപ്പറ്റി പറയുന്നുണ്ട് പലതരത്തിൽ. കാരണം അവിടെ മരുഭൂമിയിൽ, വരണ്ട മരുഭൂമിയിൽ പഴങ്ങൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു സ്വർഗീയ സുഖത്തിൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഈത്തപ്പഴമല്ലാതെ മുന്തിരിയുമല്ലാതെ അവർക്ക് വേറെ പഴങ്ങളെപ്പറ്റി അറിഞ്ഞുകൂടാ. അപ്പോൾ അതുപോലെ പട്ട് അവർക്ക് ഇറക്കുമതി ചെയ്യണം. അവിടെ വസ്ത്രങ്ങൾ നല്ല വില പിടിച്ച അവർ തോലും അതുപോലെ പരുപരുത്ത കമ്പിളിയുമാണ് ധരിച്ചിരുന്നത്. അവരുടെ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ്, സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് പട്ട്. അത് പറഞ്ഞു. സ്വർണവും വെള്ളിയെയും പറ്റി പറഞ്ഞു. അത് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായി കാണുന്നതാണ്. സ്ത്രീകളും അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായി കാണുന്നതാണ്. അതുമാത്രം പറഞ്ഞു, അതേ ഉള്ളൂ. പിന്നെ ഹാദാ, ഇതെല്ലാം, ഇതാ മാ തുഅദൂൻ, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടതിതാ, ലിയോമിൽ ഹിസാബ്, ആ വിചാരണ ദിവസത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് ഇതെല്ലാം. ഇന്ന ഹാദാ ലറിസ്ഖുന, ഇതെല്ലാം നാം നൽകുന്ന റിസ്ഖാണ്, ദാനമാണ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ആഹാരവും അവർക്ക് അല്ലാഹ് നൽകുന്ന, റസഖ എന്ന് പറഞ്ഞാൽ നൽകിയെന്ന, അത് ഭക്ഷണമാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ, റിസ്ഖുന നാം നൽകുന്ന ദാനമാണ്. മാലഹു മിൻ ലഫാദ്, അത് അതിന് തീരുന്നതല്ല. ലഫാദ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് തീരുകയില്ല, തിന്നാൽ തീരാത്ത, ഉപയോഗിച്ചാൽ തീരാത്ത അത്രയും സമൃദ്ധമായിട്ട് അക്ഷയമാണ് എന്നർത്ഥം. മാലഹു മിൻ ലഫാദ്, അതിന് തീർച്ചയില്ല, അല്ലെങ്കിൽ അതിന് അവസാനമില്ലാത്ത വിധം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന റിസ്ഖാണ്. ഹാദാ, ഇതാ അതായത് സ്വർഗത്തിനെ പറ്റി ഇന്ന ഹാദാ എന്ന് പറഞ്ഞു. ഇനി വേറൊന്നുകൂടി, ഹാദാ വ ഇന്ന ലിത്വാഗീന ലശർറ മആബ്, ഹാദാ ഇതാ, വേറൊന്നും കൂടി ഇതാ എന്നർത്ഥം. ഹാദാ എന്ന് പറയുന്നതിൻ്റെ പിന്നെ ഹാദാ മാ തുഅദൂന, ഇത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്, അത് സ്വർഗം. ഇനി ഹാദാ, എന്നാൽ ഇതാ വ ഇന്ന ലിത്താഗീന, ഈ പറഞ്ഞതൊക്കെ ഇതാ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മുത്തഖീകൾക്കുള്ളതാണ്. ഇനി വ ഇന്ന ലിത്താഗീന, തീർച്ചയായും ആ വാവ് മറ്റൊരു ആശയത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഹാദാ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മുത്തഖീകൾക്കുള്ളത്. ഇനി വ ഇന്ന ലിത്താഗീന, എന്നാൽ ത്വാഗി അതിക്രമിക്കുന്ന ആളുകൾക്കുണ്ട് ലശർറ മആബ്, മആബ് മടക്കം, ലശർറ മആബ് ഏറ്റവും മോശപ്പെട്ട ഒരു മടക്കം അവർക്കുണ്ട്. വഇല്ല ലിൽ മുത്തഖീന ലഹുസ്ന മആബ് എന്ന് പറഞ്ഞു. വഇല്ല ലിൽ മുത്തഖീൻ, മുത്തഖീകൾക്ക് വഹുസ്ന മആബ് ഏറ്റവും നല്ല മടക്കമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഹാദാ വഇല്ല ലിത്താഗീന നേരെ വിപരീതം, അതൊക്കെയാണ് മുത്തഖീകൾക്കുള്ളത് ഹാദാ. ഇനി വഇല്ല ലിത്താഗീന, എന്നാൽ താഗിമാർക്ക് ലശർറ മആബ് ഏറ്റവും മോശപ്പെട്ട മടക്കവുമുണ്ട്. ജഹന്നം, അതായത് ജഹന്നം നരകം, യസ്ലൗനഹ, ആ ജഹന്നമിൽ അവർ കടന്ന് എരിയുന്നതാണ്. ഫബിഇസൽ ബിഹാദ്, ഏറ്റവും മോശപ്പെട്ട ഇടമാണ്. ബിഹാദ് എന്ന് പറഞ്ഞാൽ തൊട്ടിൽ നിന്ന്, അതായത് അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള വിശ്രമ ഇടം, അത് വളരെ മോശപ്പെട്ടതാണ്. ഹാദാ ഇതാ, അതിങ്ങനെ അവരുടെ കണ്ണിലാണ് കാണിച്ചു കൊടുക്കുക. ഹാദാ ഇതാ, ആ മോശപ്പെട്ട ഇടം ഇതാ. ഫൽയദൂഖൂഹു, അവർ അത് ആസ്വദിച്ചു കൊള്ളട്ടെ. ഹമീമുൻ, ചൂടുള്ള വെള്ളവും, വഗസ്സാഖ്, ഏറ്റവും വൃത്തികെട്ട പാനീയവും, രണ്ടും അവർക്ക് കിട്ടും. ഹമീം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൂടുള്ള, വായിൽ വെക്കാൻ പറ്റാത്ത സാധനത്തിനാണ് ഹമീം എന്ന് പറയാം. വസ്സാഖിന് രണ്ടർത്ഥമുണ്ട്. ഒരിക്കലും നാവിലേക്ക് തൊടിക്കാൻ പറ്റാത്ത കൊടും തണുപ്പുള്ളത് എന്നർത്ഥമുണ്ട്. അതോടൊപ്പം നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന നീരും ചലവും ഒഴുകി അടങ്ങുന്ന ആ മോശപ്പെട്ട വെള്ളം എന്നർത്ഥവുമുണ്ട്. തൊണ്ടയിൽ കെട്ടുന്ന മോശപ്പെട്ട വെള്ളത്തിനും വസ്സാഖ് എന്ന് പറയും, തണുപ്പുള്ളതിനും വസ്സാഖ് എന്ന് പറയും. അപ്പോൾ ഹബീബിൻ്റെ വിപരീതമായിക്കൊണ്ട്
വസാക്ക് പറയുമ്പോൾ ആ ചോരവും നീരും ചലവും കൂടിയ ഏറ്റവും കൊടും തണുപ്പുള്ള വെള്ളവും ഇതാ അവർക്ക് അല്ലാഹു തആല നരകത്തിൽ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ്. പിന്നെ അതുപോലെയുള്ള മറ്റും അസ്വാജ്, പലതരത്തിലുള്ള മറ്റു ഇനകളും മറ്റു ഇനം ശിക്ഷകളും. അസ്വാജ് എന്ന് പറഞ്ഞാൽ മറ്റു ജോഡികൾ, മറ്റു ഇണകൾ, അതിന് പറ്റിയ, അതായത് ഈ തരം വെള്ളം, ഈ തരം പാനീയങ്ങൾ, അതുപോലെ ഈ തരത്തിലുള്ള മറ്റു നരകത്തിലെ ദുരിതങ്ങൾ, അതിൻ്റെ അസ്വാജ് ഇനത്തിൽപ്പെട്ട ആ ജോഡികളിൽപ്പെട്ട ആഖറു വേറെയും ശിക്ഷ മിൻ ശക്ലിഹി ആ രൂപത്തിൽപ്പെട്ട അസ്വാജ് പല ഇനങ്ങളും അല്ലാഹു തആല അവർക്കുണ്ടാക്കി കൊടുക്കും. ഹാദാ ഫൗജുൽ മുഖ്തഹിമും മാഹക്കും ലാ മർഹബൻ ബിഹിം ഇന്നഹും സാലുൻ നാർ. ഹാദാ ഫൗജും മുഖ്തഹിമും മാഹക്കും, നിങ്ങളുടെ കൂടെ ഇരച്ചു കയറുന്ന ഒരു കൂട്ടവും കൂടി ഇതാ. ആ നരകത്തിൻ്റെ ഭീകരത പറയാണ്. ഒരു കൂട്ടരെ നരകത്തിൽ കടന്ന് അവർക്ക് ചൂടും കൊടുന്തണുപ്പുമുള്ള ഈ പാനീയങ്ങൾ, മോശപ്പെട്ട പാനീയങ്ങളും കൊടുക്കും. വേറെയും ഒരു ഫൗജ് എന്ന് പറഞ്ഞ കൂട്ടം അതാ ഫൗജുൻ, ഇതാ ഒരു കൂട്ടവും കൂടി നരകത്തിലേക്ക് മാക്കും. മുഖത്തഹിമും മാക്കും, നിങ്ങളോടൊപ്പം നരകത്തിലേക്ക് ഇടിച്ചു കയറുന്നു. ഇഖ്തഹമ എന്ന് പറഞ്ഞാൽ ഇരച്ചു കയറി, ഇടിച്ചു കയറി. അല്ലാഹു തആല മലക്കുകളെ കൊണ്ട് നരകത്തിലേക്ക് ഇങ്ങനെ തള്ളിക്കയറ്റാണ്. അത് മുഖത്തഹിമും മാക്കും, നിങ്ങളോടൊപ്പം നരകത്തിലേക്ക് ഇരച്ചു കയറുന്ന, ഇടിച്ചു കയറ്റുന്ന ഒരു കൂട്ടവും കൂടി. ലാ മർഹബൻ ബിഹിം, അവർക്കൊരിക്കലും ഒരു സന്തോഷമില്ല. മർഹബ് എന്ന് പറഞ്ഞാൽ സ്വാഗതം. ലാ മർഹബൻ ബിഹിം, അവർക്കൊരു സ്വാഗതമില്ല. ഇന്നഹും സാലുൻ നാർ, അവരും നരകത്തിൽ കടക്കുന്നതാണ്. വേറെ സൂറത്തുകളിൽ കാണാം ഉദ്ഖുലുഹാ ബിസലാമിൻ ആമിനീൻ, സ്വർഗത്തിൽ കടക്കുമ്പോൾ അവരോട് ഉദ്ഖുലുഹാ, നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് കയറി വരിക, ബിസലാമിൻ, വളരെ സമാധാനത്തോടുകൂടി, ആമിനീൻ, നിർഭയരായിക്കൊണ്ട്. അപ്പോൾ അവിടെ ഒരു മർഹബുണ്ട്, സ്വാഗതമുണ്ട്. ഇവിടെ ഇടിച്ചു കയറ്റി തള്ളിക്കയറ്റുന്ന, ആ നരകത്തിലേക്ക് തള്ളിക്കയറ്റുന്ന മറ്റൊരു ഫൗജ് എന്ന് പറഞ്ഞാൽ ക്രൗഡ്, ആൾക്കൂട്ടം. അവർക്ക് ലാ മർഹബൻ ബിഹിം, അവർക്ക് ഒരു സ്വാഗതവുമില്ല എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷവുമില്ല, ഒരു സ്വീകരണവുമില്ല. ഇന്നഹും സാലുൻ നാർ, അവർ നരകത്തിൽ കടക്കുന്നവരാണ്. കാലു, അപ്പോൾ ആ നരകത്തിലുള്ളവർ, വേറൊരു കൂട്ടര് ഇങ്ങോട്ട് ഇടിച്ച് കയറുമ്പോൾ ലാ മർഹബൻ ബിക്കും എന്ന് ഇവരങ്ങോട്ട് പറയാണ്. നരകത്തിൽ കടന്നു വന്ന ആ ദുരിതം പിടിച്ച കൂട്ടര് വേറൊരു കൂട്ടര് വരുമ്പോൾ ലാ മർഹബൻ ബിക്കും, നിങ്ങൾക്ക് മർഹബല്ല, നിങ്ങൾക്ക് സ്വാഗതമില്ല, നിങ്ങൾ കൊണ്ട് വന്നിട്ട് കാര്യം ഞാൻ ശിക്ഷയാണെന്ന് പറയുമ്പോൾ അവർ പറയും അൽത്തും ബൽ അൽത്തും ലാ മർഹബൻ ബിക്കും, തന്നെയുമല്ല നിങ്ങൾക്കും മർഹബത്തില്ല, നിങ്ങൾക്കും സന്തോഷമില്ല. അൽത്തും ഖദ്ദംതുമൂഹു ലനാ, നിങ്ങൾ ആണ് ഈ ശിക്ഷയെ ഞങ്ങൾക്ക് മുൻകൂട്ടി തന്നത്. ഫബീസൽ ഖറാർ, വളരെ മോശപ്പെട്ട സ്ഥലമാണ്. ഈ ശിക്ഷയിലേക്ക് നിങ്ങളാണ് ഖദ്ദംതുമൂഹു, ആ ശിക്ഷയെ നിങ്ങൾ മുൻകൂട്ടി തന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഞങ്ങളെ ഈ ശിക്ഷയിലേക്ക് നയിച്ചത്. നേരത്തെ ഈ ശിക്ഷയിലേക്ക് ഞങ്ങളെ നയിച്ചതും ഞങ്ങളെ പേപ്പിച്ചതും ഇങ്ങനെയാണ്. അപ്പോൾ പേപ്പിച്ച ആ ഉസ്താദുമാരാണ് ആദ്യം കടക്കുക എന്നർത്ഥം. അവരുടെ ലലാലത്തിലേക്ക് നയിച്ച, അവരെ ശിർക്ക് ചെയ്യാനും ബിദഅത്ത് ചെയ്യാനും തോന്നിവാസം ചെയ്യാനും നേതൃത്വം നൽകിയ ആളുകളുണ്ടല്ലോ, അവരാണ് ആദ്യം കിടക്കുക. എന്നിട്ട് പിന്നെ മറ്റേ ഫൗജ് കിടക്കുമ്പോൾ നിങ്ങൾക്ക് മർഹബല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും മർഹബല്ല. അൻതും ഖദ്ദംതുമൂഹു ലനാ, ആ ശിക്ഷയെ മുൻകൂട്ടി ഞങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്തത് നിങ്ങളാണ്, നിങ്ങൾക്കും അതുകൊണ്ട് മർഹബല്ല. ഇന്നഹും സാലു ഫബീസൽ ഖറാർ, വളരെ മോശപ്പെട്ട ഒരു താമസ ഇടമാണ് ആ നരകം. നരകത്തിലൊരവസ്ഥ അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്. ഖാലു, അവർ പറയുകയാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, മൻ ഖദ്ദമ ലനാ ഹാദാ, ഈ നരകത്തിന് അല്ലെങ്കിൽ ഈ ശിക്ഷയെ, മൻ ഖദ്ദമ ലനാ ഹാദാ, ആരാണോ ഞങ്ങൾക്ക് ഈ ശിക്ഷയെ മുൻകൂട്ടി
ഇതിലേക്ക് ഞങ്ങളെ എത്തിച്ചത്, അവർക്ക് ഫസിദ്ഹു, അവർക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, അദാബൻ ളിഅഫൻ, ഇരട്ടി ശിക്ഷ, ഫിന്നാർ, നരകത്തിൽ. നരകത്തിൽ ഞങ്ങളെ ഈ നരകത്തിലേക്ക് നയിച്ച ഖദ്ദമ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നീ മുന്നോട്ട് നയിച്ച് ഞങ്ങൾക്കിതിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണമേ എന്ന് അവർ പ്രാർത്ഥിക്കും അള്ളാഹുവിനോട്. അപ്പോൾ അവിടെ ആരാണ് മൽ ഖദ്ദമ? അത് നമ്മൾ മനുഷ്യന്മാരെ തെറ്റിലേക്ക് നയിക്കുന്ന തോന്നിവാസികൾ എന്ന് മാത്രം വിചാരിക്കണ്ട. നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മളെ മക്കളെ, നമ്മളെ ഭാര്യമാരെ തെറ്റിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് മാതൃക കാണിച്ചിട്ടില്ലെങ്കിൽ, മക്കൾക്ക് ചീത്തയായ സ്വഭാവങ്ങൾ നമ്മളാൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ മക്കൾ നമുക്ക് എതിരിൽ പ്രാർത്ഥിക്കും. അതാണ് റബ്ബന ഇന്നന അതായിന സാനത്തന വ കുബറാഅന ഫഅളല്ലൂന സബീല, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് കീഴ്പ്പെട്ടു, വ കുബറാഅന, ഞങ്ങളുടെ മുതിർന്നവർക്കും കീഴ്പ്പെട്ട് ജീവിച്ചു, ഫഅളല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളാൽ ഒരാൾ വഴിപിഴക്കാൻ കാരണമാവരുത്. അവർ പരലോകത്ത് വെച്ച് നമുക്കെതിരിൽ പ്രാർത്ഥിക്കും. അത് നമ്മളെ മക്കൾ നമ്മളുടെ കാരണത്താൽ, നമ്മളുടെ ചെയ്തികളും നമ്മളുടെ സ്വഭാവങ്ങളും നമ്മളുടെ ജീവിത ശൈലികളിലുള്ള തെറ്റുകളും കാരണത്താൽ നമ്മളെ മക്കൾ തെറ്റാൻ കാരണമാവരുത്. അതുപോലെ നമ്മളെ കൂട്ടുകാരും കുടുംബക്കാരും നമ്മുടെ നാട്ടുകാരും നമ്മളാൽ പിഴക്കാൻ കാരണമാകരുത്. അവരെ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മൾ പിഴപ്പിക്കരുത്. അപ്പോൾ നമുക്ക് നമ്മളെ ശിക്ഷയും കിട്ടും, അവർ നമുക്കെതിരിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഖുർആനിൽ പലയിടത്തും അത് പറയുന്നുണ്ട്. റബ്ബന ആതിഹിം ളിഫൈനി മിനൽ അദാബി വൽ അൻഹും ലഅനൻ കബീറ, ഞങ്ങളെ വഴിതെറ്റിച്ച ഈ ആളുകൾക്ക്, ഞങ്ങളുടെ നേതാക്കന്മാർക്കും ഞങ്ങളുടെ കുബറാകൾ കാരണവന്മാർക്കും നീ ഇരട്ടി ശിക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും എന്ന് മറ്റു ഇടങ്ങളിൽ കാണാം ഖുർആനിൽ. അപ്പോൾ അതാണ് ഇരട്ടി ശിക്ഷ കൊടുക്കണമേ എന്ന് പറയും. അപ്പോൾ അല്ലാഹു തആല ലിക്കുല്ലിം ളിഅഫുൻ, എന്നാൽ എല്ലാവർക്കും ഇരട്ടി ശിക്ഷ കിട്ടും എന്ന് അല്ലാഹു തആല മറുപടി പറയും എന്ന് മറ്റു ആയത്തുകളിൽ കാണാം. ഉഖ്ബറാഅന ഫഅളല്ലൂന സബീൽ റബ്ബി ആതിഹിം വൽ അൻഹും ലഅനൻ കബീറ, അവരെ നീ വല്ലാതെ ശപിക്ക് എന്ന് അവർ പറയും. അപ്പോൾ അല്ലാഹ് പറയും, അല്ലേ, ലിക്കുല്ലിൻ ളിഅഫുൻ, എല്ലാവർക്കും ഇരട്ടി കിട്ടും, നമുക്കും കിട്ടും ഓൽക്കും കിട്ടും. അവരെ ഞങ്ങളെ കാൽച്ചുവട്ടിലാക്കണം. അതിന് ഇരു തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് വഖാല അല്ലദീന തബഉ ലൗ അന്ന ലൽ കറത്തൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും അസ്റാത്തിൻ വഹും ബിഖാരിജിന മിനൽ നാർ. അതൊക്കെ പറയുന്നത് അതാണ്, നമ്മൾ മറ്റുള്ളവരെ വഴി പിഴപ്പിക്കരുത് കൽപ്പിച്ചു കൂട്ടി. അതാണ് മനുഷ്യന്മാരെ പല കാരണങ്ങളാലും തിന്മയിലേക്ക് നയിക്കുക. അതിപ്പോൾ ശിർക്കും ബിദഅത്തും മാത്രമല്ല, എല്ലാ തോന്നിവാസങ്ങളിലേക്കും മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന ആളുകളുണ്ട്, കൂട്ടുകാരും മറ്റുമൊക്കെ ആയിട്ട്. അതൊന്ന്, അതിൽ നേതൃത്വം നൽകുക, അതാണ് കുബറാകളുടെ പണി. കുബറാകൾ അവരിഷ്ടമുള്ളത് നാട്ടിൽ നടപ്പാക്കും, അത് നമ്മൾ സൂക്ഷിക്കുക. മറ്റൊന്ന്, നമ്മളുടെ ചീത്ത ശൈലി കണ്ട് നമ്മുടെ താഴെയുള്ളവർ വഴി തെറ്റാൻ കാരണമാകരുത്. അത് നമ്മൾ വഴി തെറ്റിക്കൊണ്ടതിന് തുല്യമാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നല്ല ടി വിയൊക്കെ തുറന്ന് നല്ല സിനിമയൊക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ കൊച്ചുമക്കൾ അത് പഠിക്കും. നമ്മൾ മരിച്ചു പോയാലും അതിൻ്റെ വാപ്പയിൽ നിന്ന് പഠിച്ചതാണ്, ഞങ്ങളങ്ങനെ തന്നെയാണ്. നമ്മളെ വീട്ടിൽ അതൊരു നമ്മളെ കാരണത്താൽ അവർ വഴിതെറ്റിപ്പോകും. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഏത് തെറ്റാണെങ്കിലും അതൊക്കെ നമ്മളെ താഴെയുള്ള മക്കളോ നമ്മളെ താഴെയുള്ളവരോ പഠിക്കുകയാണല്ലോ. ഗുരുനാഥന്മാർ തെറ്റ് ചെയ്താൽ ആ തെറ്റ് കുട്ടികൾ പഠിക്കും, മുതിർന്ന ആളുകൾ തെറ്റ് ചെയ്താൽ അത് പഠിക്കും. അപ്പം നമ്മൾ വഴിതെറ്റിക്കുന്നില്ലെങ്കിലും നമ്മളാൽ വഴിതെറ്റിപ്പോകും.
അങ്ങനെ വഴിതെറ്റിപ്പോയ അവർ നമുക്കെതിരെ പ്രാർത്ഥിക്കും. അതാണ് അവർക്ക് ഈ ഇരട്ടി കൊടുക്കണമേ എന്ന്. ബൽ ഖദ്ദമ ലനാ ഹാദാ, ആരാണ് ഞങ്ങൾക്ക് ഇത് മുൻകൂട്ടി ഞങ്ങളെ ഇതിലേക്ക് എത്തിച്ചത്, ഫസിദുഹു അദാബൻ ളൈഫൻ ഫിന്നാർ, നരകത്തിൽ ഇരട്ടി ശിക്ഷ വർദ്ധിപ്പിക്കണമേ. വഖാലു, ഇനി ഒന്നുകൂടി അവർ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ അവിശ്വാസികളൊക്കെ വിശ്വാസികളായ ആളുകളെപ്പറ്റി പറഞ്ഞിരുന്നത് ഇവരൊക്കെ പേച്ചോലാണ്, ഇവരൊക്കെ നരകവാസികളാണ് എന്നാണല്ലോ. കണ്ട് നേരെ അവർ കണ്ട് ആരോപിക്കുകയാണ്. അപ്പോൾ അവർ നരകത്തിൽ ചോദിക്കുകയാണ്, എന്താണ് മാലന ലാനറ, എന്താ ഞങ്ങൾ കാണുന്നില്ലല്ലോ റിജാലൻ, കുറേ ആളുകളെ, കുല്ലാനൗദ്ദുഹും, അവരെ നമ്മൾ എണ്ണിയിരുന്നു, മിനൽ അസ്റാർ, ചീത്ത ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണിയിരുന്ന ആളുകളെ കാണുന്നില്ലല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും പറ്റിയൊക്കെ മുശ്രിക്കുകൾ എന്താ പറഞ്ഞത്, നമ്മളെ കാരണവന്മാർ ആരാധിച്ചും പൂജിച്ചും ബഹുമാനിച്ചും വന്നിരുന്നതിനെയൊക്കെ ഞങ്ങളെ പിഴപ്പിക്കാൻ വന്ന ആളാണ് മുഹമ്മദ് നബി എന്നാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും മനുഷ്യനെ പിഴപ്പിക്കുന്നവരാണ്. അതുപോലെ ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിനെ നമ്മൾ ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു പുത്തൻ വാദമാണ്, ഇതൊന്നും ദീനിൽ പണ്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിഴപ്പിക്കുന്നവരായിട്ടാണ്, പിഴച്ച കൂട്ടരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ പിഴച്ച കൂട്ടരെ ഈ പാപ്പികൾ തെരയാണ് നരകത്തിൽ ഇടിച്ച് തള്ളിക്കയറ്റപ്പെട്ട ആളുകൾ ചോദിക്കുകയാണ്. വക്കാലു, അവർ ചോദിക്കും, മാലന ലാനറ, ഞങ്ങൾക്ക് എന്തു പറ്റി, ലാനറ, ഞങ്ങൾ കാണുന്നില്ലല്ലോ റിജാലൻ, കുറേ ആളുകളെ, കുല്ലാനൗദ്ദുഹും, അവരെ ഞങ്ങൾ എണ്ണിയിരുന്നു, മിനൽ അസ്റാർ, ചീത്ത ആളുകളുടെ കൂട്ടത്തിൽ എണ്ണിയിരുന്ന ആളുകളൊന്നും ഇവിടെ കാണാനില്ലല്ലോ. അത്തഖ്ദിനാഹും സിഹ്രിയൻ, അവരെ നമ്മൾ പരിഹാസ്യമാക്കിയിരുന്നു. അം സാഗത്ത് അൻഹുമുൽ അബ്സാർ, അതല്ല നമ്മളെ കണ്ടു തെറ്റിപ്പോയതാണോ, അവരെ കാണാതിരിക്കുകയാണോ, അതല്ല നമ്മൾ അവരെ പരിഹസിച്ചതാണോ, അവർക്ക് അപ്പോഴാ സംശയം വരേണ്ടത്. നിങ്ങളൊക്കെ പേച്ചവരാണ്, അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങളൊക്കെ പേച്ചവരാണ് എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ പാപ്പികളായിരിക്കും പരലോകത്ത് എന്നായിരുന്നല്ലോ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്. ഓലെ അപ്പോൾ ആ പേച്ച കൂട്ടരൊന്നും ഇവിടെ നരകത്ത് കാണില്ലല്ലോ, നമ്മൾ ഓലെ പരിഹസിച്ചതാ, ഓലക്ക് പേവുണ്ടായതില്ലേ, അതല്ല നമ്മൾ കാണാതെ പോയതാണോ, അവർ വേറെവിടെയെങ്കിലും ഭാഗത്ത് നരകത്തിലുണ്ടായിരിക്കുമോ എന്ന് അവർ ചോദിക്കുന്ന. ഇല്ലദാലിക ഹക്കുൻ, തീർച്ചയായും ഇല്ലദാലിക ലഹക്കുൻ, ഇതൊക്കെ സത്യമാണ്. തഖാസുമു അഹ്ലിന്നാർ, നരകത്തിലെ കൂട്ടർ പരസ്പരം തർക്കിക്കുന്ന സത്യങ്ങളാണിവിടെ. അപ്പോൾ തെറ്റു ചെയ്ത ആളുകൾ, യഥാർത്ഥ തെറ്റുകാർ, ദുനിയാവിൽ വെച്ച് നല്ല മനുഷ്യരെ പാപ്പികളാണ്, നിങ്ങളാണ് പിഴച്ചവർ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന ആളുകളെ നരകത്തിൽ കാണാത്തത് കൊണ്ട് അവരെവിടെ പോയി, അവർ കാണാനില്ലാതായി പോയല്ലോ, അവരെ നമ്മൾ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോഴും അവർക്ക് ബോധ്യമാകുന്നില്ല. അങ്ങനെയൊക്കെ നരകത്തിൽ സംഭവിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അള്ളാഹു ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് എന്നർത്ഥം. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.